Lemma 49 degree formula. If F contained B contained E are fields with index of E and B and index of B and F finite, then E divides F is finite and index of E and F is equal to index of E and B into index of B and F. സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് എഫ് കണ്ടെയ്ൻ ബി കണ്ടെയ്ൻ ഫീൽഡ്സ് ആണെങ്കിൽ ഇൻഡെക്സ് ഓഫ് ഇ ആൻഡ് ബി ആൻഡ് ഇൻഡെക്സ് ഓഫ് ബി ആൻഡ് എഫ് ഫൈനൈറ്റ് ആണ്. ദെൻ ഈ ഡിവൈഡ്സ് എഫ് ഫൈനൈറ്റ് ആണ്. പിന്നെ ഇൻഡെക്സ് ഓഫ് ഇ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു ഇൻഡെക്സ് ഓഫ് ഇ ആൻഡ് ബി ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ബി ആൻഡ് എഫ് എന്ന്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ്? ഈ ഡിവൈഡ്സ് എഫ് ഫൈനൈറ്റ് എന്ന് പറയുന്നത് ഈ ഇൻഡെക്സ് ഓഫ് ഇ ആൻഡ് എഫ് ഈക്വൽ ടു ഇൻഡെക്സ് ഓഫ് ഇ ആൻഡ് ബി ഇൻറ്റു ഇൻഡെക്സ് ഓഫ് ബി ആൻഡ് എഫ്. ഇൻഡെക്സിൻ്റെ ഡെഫിനേഷൻ എന്തുവാ? ഇൻഡെക്സ് ഓഫ് ഇ ആൻഡ് എഫ് ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡ്സ് എഫ് എന്നാണ് ഇൻഡെക്സിൻ്റെ ഡെഫിനേഷൻ. പ്രൂഫ്. ലെറ്റ് ആൽഫ 1 എക്സെട്ര ആൽഫ 1 ബി എ ബേസ് ഓഫ് ഇ ഡിവൈഡ്സ് ബി ആൻഡ് ലെറ്റ് സെറ്റ് ബീറ്റ 1 എക്സെട്ര ബീറ്റ എൻ ബി എ ബേസ് ഓഫ് ബി ഡിവൈഡ്സ് എഫ്. ഈ ഡിവൈഡ്സ് എഫിനകത്ത് ഒരു ബേസ് എടുത്തു ആൽഫ 1 എക്സെട്ര ആൽഫ എം എന്നും ബി ഡിവൈഡ്സ് എഫിനകത്ത് ഒരു ബേസ് എടുത്തു ബീറ്റ 1 എക്സെട്ര ബീറ്റ എന്നും. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സെറ്റ് ബീറ്റ ജെ ആൽഫ ജെ സച്ച് 1 ലെസ് ദാൻ ഈക്വൽ ടു ഐ ലെസ് ദാൻ ഈക്വൽ ടു എം 1 ലെസ് ദാൻ ഈക്വൽ ടു ജെ ലെസ് ദാൻ ഈക്വൽ ടു എൻ ഈസ് എ ബേസിസ് ഓഫ് ഇ ഡിവൈഡ്സ് എഫ് എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ബേസിസിൻ്റെ ഡെഫിനേഷൻ എന്തുവാ? അത് സ്പാൻ ചെയ്യുകയും ചെയ്യും, ലീനിയർ ഇൻഡിപെൻഡൻറ്റും ആയിരിക്കും. അപ്പം ഈ സെറ്റ് സ്പാൻ ചെയ്യും. ഈ സെറ്റ് സ്പാൻസ് ഇ. ഇനി നമുക്കിപ്പോൾ തെളിയിക്കുന്ന ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന്. അതിന് വേണ്ടി നമ്മൾ ഈക്കതൊരു എലമെൻ്റ് എടുത്തു ഗാമ. ദെൻ ദർ ഇസ് എ ബി ഐ എലമെൻറ്റ് ഓഫ് ബിക്കകത്തൊരു എലമെൻറ്റ് ബിക്കകത്തൊരു എലമെൻ്റ് എടുത്തു ബി ഐ വിത്ത് ഗാമ ഈക്വൽ ടു സിഗ്മ ബി ഐ ആൽഫ ഐ. ബട്ട് ഈച്ച് ബി ഐ എങ്ങനെ എഴുതാം? ബി ഐ ഈക്വൽ ടു സിഗ്മ സി ഐ ജെ ബീറ്റ ജെ. ഈ സി ഐ ജെ എവിടുത്തെയാണ്? ഈ സി ഐ ജെ എഫിനകത്തെ എലമെൻറ്റാണ്. ഗാമയ്ക്കകത്ത് കൊടുക്കാം. ഗാമയ്ക്കകത്ത് പറയുമ്പോൾ ഗാമ ഈക്വൽ ടു സിഗ്മ സി ഐ ജെ ബീറ്റ ജെ ഗാമ ഐ. ബി ഐ എന്തുവാ? സിഗ്മ സി ഐ ജെ ബീറ്റ ജെ എന്നല്ലേ. നമുക്ക് ലീനിയർലി ദിസ് സെറ്റ് ടു സീ ദാറ്റ് ദിസ് സെറ്റ് ഈസ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. ഇത് സിഗ്മ സി ഐ ജെ ബീറ്റ ജെ ആൽഫ ഐ 0 ആണ് നമ്മൾ അസ്യൂം ചെയ്യുന്നു. സി ഐ ജെ ഇവിടുത്തെ എഫിനകത്തെ എലമെൻറ്റാണ്. നൗ ബീറ്റ ജെ ആണെങ്കിൽ ബി ഐ ഈക്വൽ ടു സിഗ്മ സി ഐ ജെ ബീറ്റ ജെ. ഈ ബി ഐ എവിടുത്തെ എലമെൻറ്റാണ്? ബിക്കകത്തെ എലമെൻറ്റാണ്. അപ്പം സോ ദാറ്റ് ദ ഇൻഡിപെൻഡൻസ് ഓഫ് ആൽഫ ഓവർ ബി ഇംപ്ലൈസ് ദാറ്റ് ആൽഫയുടെ ഇൻഡിപെൻഡൻസ് ബി ഓവർ ബിയിൽ ബി ഐ ഈക്വൽ ടു 0 ആവും. അപ്പോൾ ബി ഐ ഈക്വൽ ടു 0 ആയേ ഫോർ ഓൾ ഐ. അപ്പോൾ ബി ഐ 0 ആകുമ്പോൾ സിഗ്മ സി ഐ ജെ ബീറ്റ ജെ 0 ആവും ഫോർ ഓൾ ഐ. സോ ദ ഇൻഡിപെൻഡൻസ് ഓഫ് ബീറ്റ ഐ ഓവർ എഫ്. ഇതിനകത്ത് ബീറ്റ ജെ ഓവർ എഫ്, ബീറ്റ ജെയുടെ ഇൻഡിപെൻഡൻസ് ഓവർ എഫിൽ സി ഐ ജെ ഈക്വൽ ടു 0 എന്നായി. സി ഐ ജെ ഈക്വൽ ടു 0 എന്നായി ഫോർ ഓൾ ഐ ജെ. അപ്പം ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആയല്ലോ. അപ്പം ഈ സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയി. ദിസ് സെറ്റ് ഈസ് ലീനിയർ ഇൻഡിപെൻഡൻറ്റ്. അത് സ്പാനും ചെയ്യും, ലീനിയർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പം ബേസിസ് ആയി.